ഈ 3 പിഞ്ചു മക്കള് കഴിഞ്ഞ ആഴ്ച ഇവിടെ കുത്തേറ്റ് മരിച്ചതാ. ഇവിടെ പലരും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് UK-യിലുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അബീസുക്കിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും എന്നോട് ചോദിക്കാറുണ്ട്, അബീസ എങ്ങനെയാണ് UK സേഫ് ആണോ അല്ലയോ, അങ്ങനെ പല ആളുകളും ചോദിക്കാറുണ്ട്. ചില ആളുകൾ എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ തന്നെ വന്നിട്ട്, ബ്രോ UK വളരെ സേഫാണ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു വരണം, ഇല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരണം, അങ്ങനെ പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ എനിക്ക് നിങ്ങളെല്ലാവരും UK-നെ നോക്കിക്കാണുന്നത് എനിക്കറിയാം, ഇവിടെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അങ്ങനെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ത്രൂ ആണെന്ന് എനിക്കറിയാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ വന്ന് ഐഫോൺ മേടിക്കണു, അങ്ങനെ അവർക്കിടയ്ക്ക് ഒരു ലൈഫ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ UK അടിപൊളിയാണെന്ന് പറയണത്. ഞാൻ UK-ൽ വന്നിട്ട് 2.5 വർഷം. ഞാൻ ഒരിക്കലും UK-നെ മോശപ്പെടുത്തി പറയാനോ അല്ലെങ്കിൽ അങ്ങനെ പറയാനോ അല്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിനെ മോശപ്പെടുത്തി പറയാൻ. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് ശമ്പളം വാങ്ങുന്ന ആളാണ് എല്ലാ മാസവും. എനിക്കറിയാം, എനിക്ക് 2 മക്കളാണ്. എൻ്റെ രണ്ടാമത്തെ കൊച്ചുണ്ടായത് UK-ലാണ്. എന്നാലും ഒരു സത്യാവസ്ഥ ഇനിയെങ്കിലും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബും വെച്ച് തുറന്നിരിക്കണ എന്നോട് തന്നെ നീതി പുലർത്താത്ത ഒരു മനുഷ്യനായി മാറും. കാര്യം നിങ്ങൾക്കറിയാം, ഈ അടുത്ത് മുസ്ലിം എന്നുള്ള പേരിൽ UK-യിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അതിലോട്ട് ഞാൻ പോണതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ആയിട്ടുള്ളൂ. അതായത് ജസ്റ്റ് 6 ദിവസത്തെ പത്രമാണ് എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പത്രം പരത്തുന്ന ആൾക്കാരൊന്നുമില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കോമഡേഷനിൽ പോയി പത്രം എടുത്തുകൊണ്ടുവന്ന ഈ 6 പത്രത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രൈമാണ്. ഈ 6 പത്രത്തിലും ക്രൈമിൻ്റെ, ഇനി ഞാൻ പറയണത് നുണയാണെങ്കിൽ ഈ പത്രത്തിൻ്റെ പേര് മെട്രോ എന്നാണ്. ഓക്കെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എടുത്ത് എന്നെ കളിയാക്കണമെങ്കിലും എന്നെ കുറ്റപ്പെടുത്തണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ 26-ാം തീയതി മുതൽ 1-ാം തീയതി വരെയുള്ള പത്രത്തിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ക്രൈം ന്യൂസാണ്. അപ്പം UK-യിൽ ക്രൈം ഇല്ല, UK ആണ് സ്വർഗം എന്നുള്ളവർ ഈ വീഡിയോ കണ്ടിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, വളരെ സങ്കടത്തോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനും ഓർക്കും, എന്നെ അറിയാവുന്നവർക്കറിയാം, എൻ്റെ മതം ഞാൻ ഒരു വീഡിയോയിലും ഇന്നേ വരെ 600 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ ഒരു മതത്തിന്, പല ആളുകളും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, എടാ പെരുന്നാളിൻ്റെ വീഡിയോ ഇട് അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ വീഡിയോ ഇട്. ഞാൻ പറയാറുണ്ട്, ബ്രോ ഞാനിത് ഒരു ടൈം പാസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മതത്തിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കണ ചാനലല്ല എൻ്റെ. ഓക്കെ, എനിക്ക് അതൊരിക്കലും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ന് നമുക്ക് നാട്ടിലുള്ള ഒരേ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് സങ്കടം തോന്നി ഞാൻ ഈ വീഡിയോയിൽ വന്നത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടല്ല, 3 പേരാണ് എനിക്ക് വാട്സപ്പിൽ ഒരു സംഭവം അയച്ചത്. അതായത് ഇവിടെ ഈ വീഡിയോ എടുക്കാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. വൈഫ് നാട്ടിൽ നിന്ന് വന്നതിൻ്റെയും ഒരു ചെറിയൊരു കാരണം കുറച്ച് ലേറ്റായിപ്പോയി. 2 ആഴ്ച മുമ്പ് ഇവിടെ ഒരു കൊച്ച് ഒരു സൺസൈഡിൽ നിന്ന് വീണ് ചെറിയ പ്രശ്നങ്ങൾ, തലയ്ക്കടി വെട്ടിയിട്ട് ആ സമയത്ത് പേരൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പിന്നെ കൊണ്ടുപോയപ്പോൾ എന്താണ് ലേറ്റ് ആയത്, അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മുടെ ലീഡ്സിൽ ഒരു പ്രശ്നം നടന്നു. ലീഡ്സിൽ പ്രശ്നം നിന്ന് അതൊരു റൊമാനിയൻ വംശത്തിൽപ്പെട്ടതാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഓഫീസിലുള്ള റൊമാനിയക്കാരനോട് ചോദിച്ചപ്പോൾ ഇവിടുത്തെ സോഷ്യൽ വർക്ക്, ഈ ചൈൽഡ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ളവർ ആ കൊച്ചിനെ എടുക്കാൻ വന്നപ്പം അവിടെ ഒരു കലാപം പോലെ സംഭവിച്ചു. ഒരു റൊമേനിയൻ കലാപം. അതായത് റൊമേനിയൻസ് ആയിട്ടുള്ള ആളുകൾ ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടി കത്തിക്കണു, പിന്നെ പോലീസിൻ്റെ എതിരെ കല്ലേറ് കിടക്കണു. പക്ഷെ ആ ഒരു ചാനലിൽ വന്ന തംബ്ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിക തീവ്രവാദികൾക്കിടെ അഴിഞ്ഞാട്ടം ബ്രിട്ടനിൽ നിന്ന്. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ആ തംബ്ലൈൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയക്കാം. എനിക്ക് കാണുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്. ഇതിപ്പം ഏത് മതക്കാരാണെങ്കിലും ഞാൻ എതിർക്കും. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണം. ഓക്കെ, ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ കണ്ണും അടച്ചു. ആ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ വന്ന കമൻ്റ് എല്ലാം ഈ UK-യിൽ നടക്കണത് എന്താണ്. ഇപ്പം ഞാനും എൻ്റെ ഈ ഫ്രണ്ട് ഇതാണ് സത്യാവസ്ഥ എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനും അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഞാനും വിശ്വസിച്ചേനെ, ഞാനും ഓർത്തു തന്നെ ഇവർക്ക് ഇത് എന്തിൻ്റെ കേടാ, തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കയറണമെന്നല്ലേ നമ്മളും ചിന്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം. ഈ 3 പിഞ്ചു മക്കള് കഴിഞ്ഞ ആഴ്ച ഇവിടെ കുത്തേറ്റ് മരിച്ചതാ. ഒരാൾക്ക് 6 വയസ്സും 7 വയസ്സും 9 വയസ്സുമാണ്. ഈ UK-യിൽ ഒരു നിയമമുണ്ട്. അതായത് ഇവരെ കുത്തിയ ഈ മർഡർ ചെയ്യണ ആളെന്ന് പറയണത് 17 വയസ്സിന് താഴെയാണ്. അതുകൊണ്ട് ആ കുത്തിയ ആൾക്കുടെ
പേരോ ഫോട്ടോയോ വെളിയിൽ വിടാൻ പറ്റില്ല. അപ്പത്തേക്കിനും സോഷ്യൽ മീഡിയ അതെന്തായി, ഈ മുസ്ലിം തീവ്രവാദികളാണ്. ഇതിന് മുമ്പിലേക്കും ഒത്തിരി സംഭവങ്ങൾ ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു വർഗീയത നടക്കുന്ന രാജ്യമാണ്. ഇതിനു മുമ്പ് മാഞ്ചസ്റ്ററിൽ ഒരു പ്രശ്നം ഉണ്ടായി. അന്ന് 2 മുസ്ലിം യുവാക്കളെ പിടിച്ചു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ പരിപാടി നടക്കുന്നതിനെതിരെ ഈ 3 പിഞ്ചു മക്കളെ വന്ന് കുത്തിക്കൊന്നെന്ന് പറയണു. ലാസ്റ്റ് ഈ കലാപം ഇങ്ങനെ നിൽക്കണില്ല. ഒരാഴ്ച നീണ്ടു നിന്ന കലാപമായിരുന്നു UK-ല്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വെളിയിൽ പോകാൻ ഒരു പേടിയുണ്ടായിരുന്നു. ഓക്കെ, ഇതിന് ഒത്തിരി നമുക്കറിയാലോ, നാട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും ഒത്തിരി നിരപരാധികളാണ് ടെൻഷൻ അടിച്ച് മരിക്കണത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഈ ന്യൂസ് കണ്ടിട്ട് വിളിക്കാറുണ്ട്, നിങ്ങളുടെ അവിടെ ആണോ മാഞ്ചസ്റ്റർ എന്ന് പറയണത്, ഞങ്ങളുടെ അവിടെ നിന്ന് ആകെ 1.5 മണിക്കൂറുള്ളൂ. ഓക്കെ, അപ്പം എന്നിട്ട് ലാസ്റ്റ് ഈ ഒരു പ്രശ്നം തീരാതെ ആയിരുന്നപ്പം ആ ബാലൻ്റെ പേര് ഇവർ വെളിപ്പെടുത്തി. ഞാനിപ്പോൾ ആ പേര് പറയണില്ല, പേര് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങൾ കാണുന്ന ചാനൽ അവരെത്രത്തോളം ജെന്യുവൻ ആണെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്നത് ഒത്തിരി വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശിനോ ഒന്നുമല്ല. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനിവിടെ വന്ന് ഒറ്റപ്പെട്ടപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഇറങ്ങിയത്. യൂട്യൂബ് കാരണം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാക്കി. പിന്നെ ഈ കിട്ടുന്ന ഒരു കാശ് ഒരിക്കലും ഈ യൂട്യൂബിൽ നിന്നുള്ള കാശ് നമ്മൾ ഒത്തിരി ആയിട്ട് ആഗ്രഹിക്കാറില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ പല നല്ല കാര്യത്തിനും ഉപയോഗിക്കും. അതല്ലെങ്കിൽ ഞാനെപ്പോഴും എനിക്കൊരു ഫിക്സ്ഡ് കാശ് മതി എന്ന് പറയുന്ന ആളാണ്. ചിലപ്പോൾ ഇടയ്ക്ക് അങ്ങ് കൂടിപ്പോയി പിന്നെ കുറയുമ്പോൾ ഒരു വിഷമമാണ്. അപ്പോൾ എപ്പോഴും സ്റ്റേബിളായിട്ട് നിന്നാൽ മതി എന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പം നിങ്ങൾ ഒരു ചാനലിലെ വീഡിയോ കണ്ടിട്ട് വിലയിരുത്തരുത് കേട്ടോ, ഒന്നിനെ. ഓക്കെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ പറയാൻ പോകണം എന്തിനാണ്, എടാ നമ്മൾ ഓൾറെഡി UK-ൽ വന്നു, ഇനി എന്തിനു നമ്മൾ UK-ടെ മോശം പറയണം, അല്ലെങ്കിൽ നാട്ടിലുള്ളവർ പറയില്ലേ UK മോശമായ സ്ഥലം. ഇവിടെ പലരും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് UK-ലുള്ളത് എന്നുള്ള സങ്കടം ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരിലോട്ട് അയച്ചു കൊടുക്കുക. എനിവേ, സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. ബൈ.